ധ്വനി വരുത്തിക്കൊണ്ടാണ് കോർപ്പറേഷൻ അധികൃതർ ഇതിന് നമ്പർ കൊടുത്തതും ഇതിന്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത്. ഈ 50 സെന്റ് മുഴുവൻ പാർക്കിംഗായി രൂപാന്തരപ്പെടുത്തിയ ഒരു പണം ഉണ്ടാക്കുന്നുണ്ട്, ലാഭം കൊയ്യാണ്. അപ്പോ ഏതാണ്ട് 100-ലധികം വരുന്ന തൊഴിലാളി കുടുംബങ്ങൾ വർഷങ്ങളായി ഇപ്പോഴും പട്ടിണിയിലാണ്. പുനരധിവാസം നടന്നിട്ടില്ല, മറ്റു മാർഗങ്ങൾ കണ്ടിട്ടില്ല. UDFന്റെ ഗവൺമെന്റ് കാലത്ത് ഉമ്മൻചാണ്ടി സാറ് 5000 രൂപ വീതം മാസത്തിലേക്ക് കൊടുത്തിരുന്നു. അതല്ലാത്ത ഒരു വരുമാനം ഈ ആളുകൾക്ക് ഉണ്ടായിരുന്നില്ല. അത് തന്നെ ഇപ്പൊ നിർത്തി. പുതിയ ഗവൺമെന്റ് വന്ന് ജനങ്ങളോടൊപ്പം നിൽക്കുന്ന, സ്ത്രീപക്ഷത്തോടൊപ്പം നിൽക്കുന്ന ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം സ്ത്രീകളടക്കമുള്ള ഈ തൊഴിലാളികൾക്ക് ആ കൊടുത്തിരുന്ന 5000 നിർത്തി. ഇത്തരം ഒരു സാഹചര്യത്തിലൂടെ പോവുകയാണ്. വളരെ വ്യക്തമായി പച്ചയായി സർക്കാർ ഭൂമി തട്ടിയെടുത്ത് പണം കൊയ്യാൻ കോർപ്പറേറ്റ് മാഫിയയെ സഹായിക്കുകയാണ് സംസ്ഥാന ഭരണകൂടവും കോഴിക്കോട് കോർപ്പറേഷൻ ഭരണകൂടവും. അത് നോക്കി നിൽക്കാൻ കഴിയില്ല. നാടിനെ സ്നേഹിക്കുന്നവർക്ക്, തൊഴിലാളികളെ സ്നേഹിക്കുന്നവർക്ക്, പാവപ്പെട്ടവരെ സ്നേഹിക്കുന്നവർക്ക് അത് നോക്കി നിൽക്കാൻ കഴിയില്ല. ആ മേഖലയിൽ തൊഴിലാളികളെ സ്നേഹിക്കാനും സർക്കാരിന്റെ പൊതു ഉടമസ്ഥതയിലുള്ള ഭൂമി തിരിച്ചു പിടിക്കാനുമുള്ള ശ്രമത്തിൽ UDF ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. UDF കൂടിയിട്ട് ഞങ്ങൾ അതിന് വ്യക്തമായ ഉണ്ടായി. എന്താണ് ഇപ്പൊ കേരളത്തെ കുറിച്ച് നമ്മൾ കേൾക്കുന്നത്? ഇതൊരു ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല, അവസാനത്തതുമല്ല. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്. നമ്മുടെ കേരളം കടന്നു പോകുന്ന ഒരു സ്ഥിതിയാണ് ഇത് വ്യക്തമാക്കുന്നത്. നീതി തേടി ചെല്ലുന്ന പോലീസ് സ്റ്റേഷനിൽ ഇതാണ് ഗതിയെങ്കിൽ, പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സ്ഥിതി ഇതാണെങ്കിൽ, ഇത് സാധാരണ ജനങ്ങളുടെ, പാവപ്പെട്ട ജനങ്ങളുടെ കാര്യം പറയാം. ഇത് കുറെ കാലമായല്ലോ. സിനിമാ മേഖലയിൽ നമ്മൾ കണ്ടു. സിനിമാ മേഖല ഒരു വലിയ തൊഴിൽ മേഖലയാണ്. മാത്രമല്ല കേരളത്തിന്റെ സാംസ്കാരിക മുഖമാണ്. അവിടെയുള്ളത് നമ്മൾ കണ്ടു. ഇപ്പൊ പോലീസ് സ്റ്റേഷനും ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കേൾക്കും. ആരെ വിശ്വസിക്കും? ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ നൽകേണ്ടുന്ന ഗവൺമെന്റ്, പ്രത്യേകിച്ച് അതിന്റെ ആഭ്യന്തര വകുപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന കോപ്രായങ്ങളാണ്, ക്രിമിനൽ കുറ്റങ്ങളാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ അവസാനം ചെന്നെത്തുന്ന അങ്കിളുകൾ, എല്ലാ ക്രിമിനൽസിന്റെയും അങ്കിളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി.